ആ ഇയാൾ എന്തോ എണ്ണ അവിടെ ചെയ്യുന്നേ? ഏ അതെ, മഴയത്ത് നനഞ്ഞു കിടന്ന തൊണ്ട, അതുകൊണ്ടാ കത്താത്തത്. ഇന്ന് 2 ദിവസം കൊണ്ടുള്ള വെയിൽ കൊള്ളിക്കുന്നുണ്ട്, പക്ഷേ വെള്ളത്തിൽ കുതിർന്ന് കിടന്നതാണ്. ഉണങ്ങിയതൊക്കെ ഇന്നലെ പുകച്ചില്ലേ, അതാ. ഇടയ്ക്ക് പച്ചത്തൊണ്ടും ഉണ്ട്, അതുകൊണ്ടാണ് പുക വരാത്തത്. ആ കത്തുന്നു. കുറച്ച് തൊണ്ടോട് മണ്ടയ്ക്ക് വെച്ച് നോക്കിയാലോ? തൊണ്ടിൻ്റെ പുക ഇല്ലയോ? അല്ലെങ്കിൽ തൊണ്ടിൻ്റെ പുക നമുക്ക് അന്തരീക്ഷത്തെ ശുദ്ധമാക്കാനും നല്ലതാണെന്നാണ് പറയുന്നത്. നമ്മൾ അമ്പലത്തിലൊക്കെ ഗണപതി ഹോമത്തിന് തൊണ്ടല്ലേ കൂടുതൽ അടയ്ക്കുന്നത്. ഈ പുക ചെല്ലുമ്പോഴേ കൊതുകെല്ലാം പമ്പ അടക്കും. പുകയടിച്ച് ഇവിടെയൊക്കെ കറക്കുമോ? മുടിക്കൊക്കെ കുന്തിരിക്കാൻ പുകയ്ക്കും പോലെ പശുവിനെല്ലാം പുകയ്ക്കുക. തൊണ്ട് മാത്രമേ ഉള്ളൂ അതിനകത്ത്. ഈ നനഞ്ഞ ആദ്യം കത്തിയത് എങ്ങനെയാ? നനഞ്ഞ് കിടക്കുമായിരുന്നു. ഇടയ്ക്ക് പേപ്പർ വെച്ചാൽ തോന്നുന്നു. പേപ്പർ വെച്ചൊന്ന് കത്തിച്ചെടുത്ത് കണ്ടോ. ഇപ്പം വലുതായിട്ട് ആ പുക ചെല്ലുമ്പോഴേ കൊതുകിന് ഇച്ചിരി ആശ്വാസമുണ്ട്. കാരണം അത് നമുക്ക് എങ്ങനെ അറിയാൻ ചോദിച്ചു കഴിഞ്ഞാൽ ക്യാമറ ഇടയിൽ കൂടെ പറക്കുന്നുണ്ടോ. നല്ല കൊതുക് വരുമ്പം ഇതുങ്ങൾ വാലിട്ട് പടപടാന്നങ്ങ് അടിക്കും. വാൽ അടങ്ങിയിരിക്കത്തേ ഇല്ല, അടിച്ചടിച്ചിരിക്കും. പുക ചെല്ലുന്തോറും എല്ലാവരും ഒന്ന് മാറി നിന്ന് ഇറച്ചിലിൻ്റെ ഓരോ മുക്ക് മൂലയെല്ലാം പുകച്ചു കൊടുക്കും. ഈ കൊതുക് വന്ന് നമ്മൾ പശുവിൻ്റെ ദേഹത്തുനിന്ന് പുകയടിക്കുമ്പോൾ മാറിയിട്ട് ഈ പുക കുറവാണ് കേട്ടോ. ഈ തൊണ്ടിൻ്റെ പുക എത്ര കൂടുതൽ ചെന്നാലും അതിന് ശ്വാസം മുട്ടലോ മറ്റ് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. അതാണ് തൊണ്ട് മാത്രം വെച്ച് പുകയ്ക്കാൻ നോക്കുന്നത്. തൊണ്ട് തീരെ കിട്ടാത്ത സാഹചര്യമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും വിറകോ ഒക്കെ ഒന്ന് പറക്കി വെച്ച് കത്തിക്കാം. പക്ഷേ തൊണ്ടിൻ്റെ പുകയാണ് ഏറ്റവും നല്ലത്. വായു ഒന്ന് ശുദ്ധമാകും, കൊതുകെല്ലാം പമ്പ കിടക്കും, പശുക്കൾക്കൊക്കെ ഒരു ആശ്വാസം. ഈ ഭിത്തിയുടെ അരിവിലൊക്കെ വന്ന് മൂലയിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും കൊതുക്. പിന്നെ അതിൻ്റെ പുകയെല്ലാം അടങ്ങിക്കഴിഞ്ഞ് ഇറങ്ങി വരാൻ ഇരിക്കുന്ന കേട്ടോ. അതുകൊണ്ട് എല്ലായിടത്തും പുക നല്ലോണം ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഫുള്ളങ്ങ് പോകും. മഴ മാറി വന്ന നേരമായതുകൊണ്ട് ശരിക്കും പൊടി കൊതുക്. കൊതുകിന് ഈച്ചയ്ക്കൊക്കെ ലോഷനൊക്കെ ഇടുന്നതാണ്. എന്നാലും നമ്മൾ പശുവിനിടുന്ന ഈച്ചയുടെ ലോഷൻ്റെ പേരെന്തോണ്ണ? ഫ്ലൈറ്റിക്കിൻ്റെ ലോഷനൊക്കെ നമ്മൾ കലക്കി പശുവിൻ്റെ മേത്തും തേക്കും. പിന്നെ തറയിലൊക്കെ കുടയൊക്കെ ചെയ്യും. ഇതാണ്ട് ഇങ്ങനെ സൈഡ് വരുന്നത്. ഈ സൈഡിലെ കൊതുകൊക്കെ ഒരുമാതിരി ആയിപ്പോൾ ഇതായി ഇവിടെ എല്ലാം. ഇതാണ് ചെറിയ ക്രാക്കിട്ട് എന്ന്. എന്താടി നിനക്ക് കൊതുകുണ്ടോ? ആ കൊതുകൊണ്ടോടി അമ്മണിയെ, അമ്മണിക്കുട്ടിയെ, നിങ്ങൾക്ക് കൊതുകുണ്ടോ? പുക കുറഞ്ഞല്ലയോ? വീശി കൊടുക്കാണ്. പുക പോയല്ലോ അതിനകത്ത് ഫുള്ള്. ഇന്ന് വീശി കൊടുക്കും നല്ലോണം. ചെറിയ ക്രാക്കളാണ്. ഒന്നും കൂടെ പുകയെടുത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തലയെല്ലാം കൂടെ. അജ്ജോടിയേ, അമ്മണിക്കുട്ടിക്ക് പുക കിട്ടിയില്ലല്ലോ. പുക വേണോ? ഇവളെ അകത്ത് കെട്ടുന്നില്ലേ അണ്ണാ? കെട്ടാൻ പോകണോ?
പട്ടികളെ ഭയങ്കര പട്ടിശല്യമാണ്. പട്ടികളെ പേടിച്ച് ചെറിയ പിള്ളേരെ വെളിയിൽ ഇറക്കാനൊരു ചൂടൊക്കെ ആയിക്കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇറക്കാം. ഇവർ പട്ടികളുടെ കൂടെ ഓടിച്ചാടി അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് പിടിക്കാനും പറ്റത്തില്ല. പട്ടികളെടുത്തിട്ട് കീടം മറിക്കുകയും ചെയ്യും. ഇതാ അമ്മണിക്കുട്ടിയെ, ഇഞ്ചി വേ, ഇഞ്ചി വേ, അമ്മണിക്കുട്ടിയെ, അമ്മണിക്കുട്ടിയെ. എന്താ ചെയ്ത് നോക്കുന്നേ? പുക നിന്റെ തലമണ്ട കയറുവേ. എന്തിനാ അർജുൻ നമ്മളിത് പുകയ്ക്കുന്നേ? എന്തിനാ? കൊതുക് പോയി. ഇതിൻ്റെ പറച്ചിലിന് ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടല്ലോ. കൊതുക് പോകാൻ വേണ്ടി കത്തുവാണെങ്കിൽ നിന്റെ ദേഹത്തോട് തീ വരുവേ അർജുനെ. നിനക്ക് പുക ഇഷ്ടമാണോ അർജുൻ കുട്ടാ? പിന്നെ നീ ഇതിന്റെ പുകക്കകത്ത് കയറി നിൽക്കുന്നത്? പശുക്കൾക്കെല്ലാം നല്ല ഇഷ്ടമാണ്. കണ്ടോ? കല്ലമണ്ട കയറിയിലൊന്നും ഒരു കുഴപ്പമില്ലാത്ത പുകയാ, തൊണ്ടിന്റെ പുകയാ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഞങ്ങൾ കൊതുകിനെ പുകച്ച വീഡിയോ നിങ്ങൾ കാണിച്ചതാണ്. പശുക്കളുള്ളവരും അല്ലാത്ത പരിസരത്തൊക്കെ ഇതവണക്ക് പുകയ്ക്കുന്നത് നല്ലതാണ്. ബൈ.